ഇനിയും കുറച്ച് ദിവസങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ അകത്ത് കിടക്കും. അപ്പോഴും ചിലർ പാഠമാകും ഇല്ലേ? ശരി, ഞാൻ അടക്കമുള്ള സാധാരണക്കാരെ പോലെ തന്നെ ബോച്ചെ ചെയ്തത് ശരിയല്ലെന്നും ബോച്ചയുടെ പ്രയോഗം തെറ്റാണെന്നും അത് പിൻവലിക്കണമെന്നും ഹണി റോസിനോട് മാപ്പ് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഒരാൾ പോലും ബോച്ചയെ ന്യായീകരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പകരം നമ്മൾ എല്ലാം സൂചിപ്പിച്ചത് ഹണി റോസ് പ്രഗത്ഭയായ ഒരു കലാകാരിയാണ്, വളരെ മിടുക്കിയായ ഒരു അഭിനേത്രിയാണ്, പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാറാണ്. ഹണി റോസിനെയും കൂടി സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം. കാരണം ബോച്ചയുടെ വാക്കുകൾക്ക് മിതത്വമില്ല. അതേപോലെ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറെ കൂടി ഡീസന്റ് ആകാം എന്ന് പൊതുസമൂഹത്തിൽ വ്യാപകമായ അഭിപ്രായമുണ്ട്. രണ്ട്, ബോച്ചയ്ക്ക് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം കൊടുത്തില്ല. നേരിട്ട് വരാത്തോണ്ട് രാഹുൽ, ഈ ഡബിൾ മീനിങ് എന്ന് പറയുന്ന ഒബ്സീൻ ഡബിൾ മീനിങ് എന്ന് പറയുന്നത് ക്രൈമാണ്. ഇതങ്ങ് മൊത്തമായിട്ട് നിർത്തിക്കൂടെ? ഹണി റോസ് ഡ്രസ് എടുത്താലും ഡ്രസ് ഇല്ലെങ്കിലും ഒക്കെ മറ്റുള്ളവർക്ക് എന്താണ് ഈ ആ ക്രൈമെ അങ്ങ് നിർത്തിക്കൂടെ? എന്തിനാണ് ഡബിൾ മീനിങ് വലിയ ക്രെഡിറ്റ് ആണെന്ന് ആൾക്കാർ വിചാരിക്കുന്നത്? ആദ്യമായിട്ടായിരിക്കും ശ്രീമതി അപർണയോട് ഞാൻ 100% യോജിക്കുന്നത്. ഒരു കാരണവശാലും ഒരു സെക്ഷലി കളേർഡ് റിമാർക്സും, പ്രത്യേകിച്ച് സെക്ഷൻ 75 ഭാരതീയ ന്യായ സംഹിതയുടെ 4ാം ഉപവകുപ്പിൽ വരുന്ന തൃശൂർ പൂരത്തെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ വേറെ മറ്റേ ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പം കുന്തിയുടെ കാര്യത്തിൽ ആരും ന്യായീകരിക്കാൻ വന്നില്ല. അതായത് വേണമെങ്കിൽ ഷഫാഖ് നാസ് എന്ന നടിയെ ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാം. അദ്ദേഹത്തിന് തന്നെ പറഞ്ഞു സ്റ്റാർ പ്ലസിലെ മഹാഭാരതത്തിലെ കുന്തിയെ കണ്ടുകൊണ്ടാണ്. ഞാൻ നോക്കി ഒരു ഫേസ് കട്ടുമില്ല. അങ്ങനെ ആരെങ്കിലും ന്യായീകരിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ന്യായീകരിക്കാത്ത എന്റെ വാദം മുമ്പോട്ട് വെച്ചോട്ടെ. അങ്ങനെ ന്യായീകരിക്കാത്തതിന്റെ കാരണം നമുക്കെല്ലാം അറിയാം ബോച്ചെ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ആ ഉദ്ദേശം ശരിയായില്ല, ആ ഉദ്ദേശം തെറ്റാണ്. പക്ഷെ ആ തെറ്റിന് വേണ്ടി 3 വർഷമോ 1 വർഷമോ ബോച്ചയെ ജയിലിലിടണോ? പകരം ബോച്ചെ ഇന്ന് കോടതിയിൽ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും ഇത് റിപ്പീറ്റ് ചെയ്യില്ല, എന്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായി എന്ന റിയലൈസേഷനിൽ ബോച്ചയും സമൂഹത്തിലെ എല്ലാ തരത്തിലുമുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളും നമ്മൾ അവസാനിപ്പിക്കണം. ദ്വയാർത്ഥ പ്രയോഗം പരസ്യമായി പറയുന്നത് ക്രൈമാണ് എന്നൊരു സന്ദേശം കൊടുക്കണമെങ്കിൽ ബോച്ചെ ജയിലിനകത്ത് പോകണം, ആ ശിക്ഷ എടുക്കണം. ഈ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം വലിയ തരത്തിലേക്കുള്ള അറസ്റ്റുകളൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളില്ലേ? ഇതൊരു സന്ദേശമായിട്ട് അംഗീകരിച്ചൂടെ? ഇതൊരു എക്സാമ്പിൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ഒരു വരി കൂടി, അത് ഹണി റോസിന്റെയും മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ക്രെഡിറ്റ് തന്നെയാണ്. അതായത് ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കെതിരെ ഇൻസുനേഷനോ ഇന്നുവെന്റോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരം രീതിയിലുള്ള പ്രയോഗങ്ങൾക്കെതിരെ ഒരു പൊതുബോധം നിലയിൽ വന്നത് വളരെ പോസിറ്റീവാണ്. ആ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ആ മനുഷ്യൻ അവസരം കൊടുക്കുകയും അതിന് പകരം 3 വർഷം ജയിലിലിടണോ വയസ്സിലാണ് ബോച്ചെ നിൽക്കുന്നത്. രാഹുലെ, പഠിക്കാൻ അവസരം ഈ പ്രായമായിട്ടും പഠിക്കാത്ത ഒരാൾ ഇനി ഈ വയസ്സാകാലത്ത് എന്ത് പഠിക്കാൻ പക്ഷേ ബോച്ചെ ചെയ്യുന്ന തെറ്റുകളെ തെറ്റെന്നും നന്മകളെ നന്മകളെന്നും നമ്മൾ പറയണം. അതായത് ബോച്ചെ ഇന്നേ വരെ ചെയ്ത നല്ല ചാരിറ്റി അല്ല ഇത് കാരണം റദ്ദ് ചെയ്യണമെന്ന് പറയരുത്. ബോച്ചെ കാരണം 14 ലക്ഷം ആൾക്കാരാണ് രക്തം കൊടുത്തത്. ആയിരക്കണക്കിന് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഒരു മെസ്സേജ് അല്ലേ രാഹുൽ? രാഹുൽ ഒരു കാര്യം ചോദിച്ചോട്ടെ രാഹുൽ, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ട ഒരു സിനിമയുണ്ട് സൂപ്പർമാൻ എന്ന് പറഞ്ഞ സിനിമ, ജയറാം അഭിനയിച്ച ഒരു സിനിമ. ജയറാം അതിനകത്ത് ബിന്ദു പണിക്കരോട് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഈ മെമ്മായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, ഞാനത് ഇവിടെ പറയുന്നില്ല, രാഹുലിനും അത് ഓർമ്മയുണ്ടാവും. അങ്ങനെ ഒരു സീൻ ഇപ്പോൾ മലയാള സിനിമയിൽ വരില്ല. മലയാള സിനിമയ്ക്ക് അത് എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഇതൊരു ജയറാം സിനിമ മാത്രമല്ല, അങ്ങനെ ഒരുപാട് സിനിമകൾ എങ്ങനെ മാറി ഇതുപോലെ വിഷയങ്ങളിൽ പ്രതിഷേധം വന്ന് മാറിയതല്ലേ? അങ്ങനെ വരട്ടെ, ഇത് മാറട്ടെ. ബോച്ചെ അകത്ത് കിടന്നാൽ ബാക്കിയുള്ളവർ പേടിക്കട്ടെ, മിണ്ടാതിരിക്കട്ടെ. അപർണയുടെ ആവേശത്തെ ഞാൻ തല്ലിക്കെടുത്തോണോന്ന് അറിയില്ല. പക്ഷെ ഹണി റോസിനോട് തന്നെ 2 വർഷം മുമ്പ് ലാലേട്ടൻ ഇതിനേക്കാൾ എക്സ്പ്ലിസിറ്റ് ആയി മോൺസ്റ്ററിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഹണി റോസിനോട് തന്നെ ട്രിവാൻഡ്രം ലോഡ്ജിൽ കുന്തി എന്ന വാക്കിന്റെ കുറെ കൂടെ മറ്റൊരു വാക്കെടുത്ത് വെച്ച് ജയസൂര്യ ചോദിക്കുകയും അതിന് ചിരിച്ചുകൊണ്ട് ഹണി റോസ് മറുപടി പറയുന്നുണ്ട്. അപ്പൊ ഈ ജയറാമിന്റെ കാലം മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ശരി, ഇനി അങ്ങനെ ഒരു സിനിമ, ഇനി അങ്ങനെ ഒരു രംഗം വരുമോ? ഇപ്പോൾ ഈ ഒരു കേസ് വന്ന സാഹചര്യത്തിൽ ഇനി അങ്ങനെ ഒരു രംഗം റിപ്പീറ്റ് ചെയ്യാൻ മലയാള സിനിമ ഒരു വരിയിൽ പൂർത്തീകരിച്ചോട്ടെ, ഒരു വരിയിൽ. അതുകൊണ്ടാണ് ഇത് പോസിറ്റീവാണ്. ഒരു കാരണവശാലും ഇനിയും അത് വരാൻ പാടില്ല. ആ വരാൻ പാടില്ല എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ്. ആ വരുന്നതിനോട് ആർക്കും യോജിപ്പുമില്ല. ആ തെറ്റ് എനിക്ക് പറ്റിയൊരു തെറ്റ് പറയാം. ഞാൻ ഈ നമ്മുടെ ചാനൽ ചർച്ചയിൽ തന്നെ നടന്നൊരു കാര്യമാണ്. അതിജീവിത എന്ന വാക്കിനോട് പ്രാസമുള്ള മറ്റൊരു തെറ്റായ വാക്ക് ഞാൻ നേരെന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഉപയോഗിച്ചു. എന്നോട് നമ്മുടെ അഡ്വക്കേറ്റ് മിനി മാഡം
മേഡവും ജയശങ്കർ സാറും ഒക്കെ ഉണ്ടായിരുന്നു, പറഞ്ഞു ആ വാക്ക് ഉപയോഗിക്കരുത്, കാര്യം വ്യാപകമായി സ്ത്രീകൾക്കെതിരെ മിസ്യൂസ് ചെയ്യപ്പെടും. എനിക്ക് തോന്നുന്നു ന്യൂസ് 18 ചർച്ചയിൽ തന്നെയാണ് ഞാൻ ഒരിക്കൽ അത് പ്രയോഗിച്ചിട്ടുള്ളത് ആദ്യം. അപ്പൊ ഞാൻ അത് തിരുത്തി, പിന്നെ ആ വാക്കേ ഉപയോഗിച്ചിട്ടില്ല. അതേപോലെ കുന്തി എന്ന വാക്ക് നമ്മുടെ കോളേജിലൊക്കെ വളരെ മോശമായിട്ട് ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് ബോച്ചെ ചെയ്തത് തെറ്റാണ്. പക്ഷെ ആ തെറ്റിന് പകരമായി 3 വർഷം പുള്ളിയെ ജയിലിലിടണോ എന്നുള്ളതല്ലേ കേരളം ചോദിക്കുന്നത്. ഇനിയും കേരള സമൂഹത്തിന്റെ പൊതു അഭിപ്രായം രാഹുൽ ഈശ്വർ ചോദിക്കുന്നു, കേരളം ചോദിക്കുന്നൊന്നുമില്ല. ഇതൊരു നിങ്ങളുടെ ചാനൽ ചർച്ചകളിൽ വരുന്ന കമന്റുകൾ എടുത്ത് നോക്കിയാൽ മതി. വെറുതെ ന്യൂസ് 18 ചോദിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ജഡ്ജിക്കും തോന്നണം, അയ്യോ എത്രയോ കേരളം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണല്ലോ, വളരെ പെട്ടെന്ന് പരിഗണിക്കണമല്ലോ എന്ന് ജഡ്ജിക്ക് തോന്നിയില്ലല്ലോ. കേരളത്തിന്റെ കാര്യമൊന്നും പറയില്ല രാഹുലെ. അല്ല നീ കോടതിയെ കുറ്റം പറയാൻ നമ്മൾ ആരുമല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരു വരി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ബോച്ചെ ആരും ന്യായീകരിച്ചില്ല. ബോച്ചെ ചെയ്തത് തെറ്റാണ്. പക്ഷേ ബോച്ചയെ 3 വർഷം ജയിലിലിടുന്നത് അന്യായമാണ്, ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആണ്. അതുകൊണ്ട് ബോച്ചെ ഇന്ന് കോടതിയിൽ പറഞ്ഞതുപോലെ ഞാൻ ഇനി ഈ തെറ്റ് ചെയ്യില്ല, എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ നല്ല കലാകാരിയായ ഹണി റോസ് വിശാല മനസ്കത കാണിക്കണമെന്നുള്ളതാണ് എന്നെ കൂടി വിമർശിച്ച ഹണി റോസിനോട് എനിക്ക് ബഹുമാനത്തോട് പറയാനുള്ളത്. ഈ വ്യത്യസ്തത കാണിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു മയവും വിശാലർത്ഥവും കാണിക്കാൻ ഹണി റോസ് തയ്യാറാകണം. ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിരോധം തോന്നേണ്ട കാര്യമില്ല. ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണമെന്ന് ബഹുമാനപുരസ്സരം പറയാൻ ഉള്ളൊരു രാഹുൽ, ഡബിൾ മീനിങ് ഒരു ക്രൈമായിട്ട് ആണ് നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ അതിന് ശിക്ഷ ഉണ്ടാകണം. ഡബിൾ മീനിങ് ക്രൈമായിട്ട് കണക്കാക്കുന്നില്ലേ? മാപ്പ് കൊടുത്ത് വിടേണ്ട ഒരു കാര്യമാണോ ഈ ദ്വയാർത്ഥ പ്രയോഗം? അവസാനിപ്പിച്ചോട്ടെ. അപർണയുടെ ഒരു ചോദ്യം, അപർണ വലിയ കാര്യമായ ജയറാമിന്റെ കാര്യം പറഞ്ഞല്ലോ, എന്താ ഹണി റോസ് എന്ന് ഉൾപ്പെട്ട മോൺസ്റ്ററിന്റെയോ ട്രിവാൻഡ്രം ലോഡ്ജിന്റെയോ കാര്യം പറയാത്തത്? ഞാൻ ആ കാലം മാറുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കൊരു മോൺസ്റ്ററും ട്രിവാൻഡ്രം ലോഡ്ജുമായി ഇപ്പൊ കിട്ടുള്ളൂ. ആ സമയത്ത് ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു, ഒരുപാട് സിനിമകൾ. രാഹുൽ, ആ സിനിമകൾ ആ കാലത്ത് ആർക്കും തോന്നിയിരുന്നില്ല. സത്യം പറയൂ. ഇനി അപർണയോട് ചോദ്യം ചോദിക്കട്ടെ, അങ്ങനെ ആ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്ക് ഹണി റോസ് നിന്നു കൊടുത്ത ശരിയാണെന്ന് അപർണയ്ക്ക് അഭിപ്രായം ഉണ്ടോ? അല്ല, ഇങ്ങനെ ഒരു ചടങ്ങിൽ വരുമ്പോൾ പബ്ലിക് ആയിട്ട് ഒരു സ്ഥലത്ത് ഒരാൾ നിന്നു കൊടുക്കുന്നതാണോ? ഞാൻ ചോദിച്ചത് മോൺസ്റ്ററിലും ട്രിവാൻഡ്രം ലോഡ്ജിലും ഹണി റോസ് ആ രംഗത്തിന് നിന്ന് കൊടുത്തത് ശരിയാണെന്ന് അവരുടെ അഭിപ്രായം ഉണ്ടോ? ഈ ഇത്തരം സിനിമകൾ അഭിനയിച്ചവരുടെ മുഴുവൻ ഹിസ്റ്ററി ആരും പറഞ്ഞില്ല. അവരുടെ ഇതിന് കുറ്റം പറയാൻ പറ്റില്ല. ജയറാം പറഞ്ഞ കാര്യമാണ് പറയുന്നത്. 20 വർഷം മുമ്പ് ജയറാം അങ്ങനെ പറഞ്ഞു, 2 വർഷം മുമ്പ് ഹണി റോസ് ഉൾപ്പെട്ട സിനിമയെ കുറിച്ച് പറയണ്ട. ഈ ഇരട്ടത്താപ്പ് നാട്ടുകാർക്ക് അറിയില്ലേ? രാഹുൽ, സിനിമയിലേക്ക് പോകണ്ട. മേലുദ്യോഗസ്ഥൻ ദ്വയാർത്ഥ പ്രയോഗം പറഞ്ഞിട്ട് ജോലി നിർത്തിയ ഒരു മാധ്യമ പ്രവർത്തക കേരളത്തിനുണ്ട്. ഏറ്റവും റീസെന്റ് സംഭവമാണ്. എത്രയോ വർഷം ജോലി ചെയ്തിട്ടാണ് അവർ ആ പണി നിർത്തിയെന്നറിയോ? അപ്പൊ പിന്നെ നേരത്തെ നിർത്തിക്കൂടായിരുന്നോ നിങ്ങൾ ചോദിക്കില്ലേ? നേരത്തെ ജയറാമിന്റെ സിനിമയുടെ കഥ പറഞ്ഞത് താങ്കളല്ലേ? സിനിമയുടെ കാര്യം പറഞ്ഞു. 2 വർഷം മുമ്പുള്ള സിനിമയുടെ കാര്യം ഞാൻ ചോദിച്ചപ്പോ ഹണി റോസിനെ വിമർശിക്കാൻ പറ്റാത്തൊന്നും ഇല്ലായിരുന്നു. ഹണി റോസിനെ വിമർശിച്ചാൽ പുരോഗമനപ്പെട്ടൊന്നും പോവില്ല. ഹണി റോസിനെ വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലിബറൽ ഹണി റോസിനെ വിമർശിക്കാൻ കഴിയും, ബാക്കിയുള്ളവരെ വിമർശിക്കാൻ കഴിയും. ബോച്ചെ ചെയ്തത് തെറ്റാണ്. ഹണി റോസിന് മിതത്വം വേണം. അല്ല, ആ കമ്പാരിസണേ ശരിയല്ല. 2 സിനിമ കമ്പാരിസൺ അല്ല ഇവിടെ നടത്തിയത്. ഒരു സമൂഹം മാറിയതുപോലെ മാറണ്ടേ എന്ന ഒരു ഇൻഡസ്ട്രി മാറിയതുപോലെ മാറണ്ടേ എന്നാണ് ചോദിച്ചത്. അന്ന് ഒരു സൂപ്പർമാൻ അല്ല, ഒരുപാട് സിനിമകൾ അതായിരുന്നു. ഒരുപാട് സിനിമകൾ അങ്ങനെയായിരുന്നു. ശ്രീ